ലൈവില് രതീഷും ജിൻഡോയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ രണ്ട് ടീമുകൾ ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് രതീഷ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പായി നിന്ന് ഗെയിം കളിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നാണ് രതീഷ് അവിടെ ചോദിക്കുന്നത്. ഇവിടെ സേഫ് ഗെയിമാണ് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പായി നിന്നുകൊണ്ട് കുറച്ച് പേരെ അവർ കൂട്ടത്തിൽ നിന്നുകൊണ്ട് സേവ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ കളിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവസാനം വരുന്ന സമയത്ത് അവിടെ കുറച്ച് പേരാവുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അപ്പോൾ ആ സേവ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ വെറുതെ ആവില്ലേ? പിന്നെ അവർക്ക് പരസ്പരം ഗെയിം കളിക്കണോ എന്താ ചെയ്യണ്ടേ എന്നറിയാത്ത അവസ്ഥ വരില്ലേ എന്നൊക്കെ രതീഷ് അവിടെ ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാൻ ഗ്രൂപ്പ് ആവാത്തത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. എനിക്കങ്ങനെ ഗ്രൂപ്പ് ആവാൻ താല്പര്യമില്ല, അതിലേക്കാൾ ഭേദം ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കുന്നതാണ് എന്നാണ് ജിൻഡോ പറയുന്നത്. പലരും പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് കൂട്ടുകൂടാനും സെറ്റ് കൂടാനും ഒക്കെ ശ്രമിക്കും. അവർ വലിയ കാര്യത്തിൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണ് നോക്കി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് എന്നെ നെഗറ്റീവ് ആക്കിയിട്ട് പുറത്തേക്ക് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ അതാണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാവുമ്പോൾ ഞാൻ അതിനെ നിന്നു കൊടുക്കും. അവരങ്ങനെ ഒരു കണ്ടന്റല്ലേ പുറത്തേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിന്നു കൊടുക്കുമെന്നാണ് അവിടെ ജിൻഡോ പറയുന്നത്. പലരും എൻ്റെ അടുത്ത് വന്ന് സ്നേഹത്തെയും കാണിക്കുന്നതും വലിയ കാര്യത്തിൽ കൂടെ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ ശ്രമിക്കുമ്പോൾ ഞാൻ വെറുതെ നിന്നു കൊടുക്കുന്നതാണ്. എനിക്കല്ലാതെ ആരുടെ അടുത്തും ഒരു പ്രത്യേക ഇഷ്ടം ഇവിടെ ഇല്ല. ഗ്രൂപ്പായിട്ട് എനിക്ക് നിന്ന് കളിക്കാനും താല്പര്യമില്ല. ഇവിടെ ഗ്രൂപ്പായി നിന്ന് കളിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇവർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല അവർ നിൽക്കുന്നത്. പിന്നെ ചിലർ കൂട്ടത്തിലുള്ളവരെ സേവ് ചെയ്യാൻ നോക്കുന്നു. അത് അവസാനം വരുന്ന സമയത്ത് ഒന്നല്ലാതെ പോവും എന്നാണ് അവിടെ ജിൻഡോയും രതീഷും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. അവിടെ ഗ്രൂപ്പായി നിന്ന് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരാൾ മറ്റൊരാളെ സേവ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അവസാനം വരെ വരുന്ന സമയത്ത് അവർക്ക് പരസ്പരം അവിടെ കളിച്ചേ മതിയാകൂ. ഒരാൾക്കേ വിന്നർ ആവാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഫ്രണ്ട്ഷിപ്പിനേക്കാളും വാല്യൂ കൊടുക്കേണ്ടത് ഗെയിമിനാണ് വന്നതെങ്കിൽ തീർച്ചയായും ഗെയിമിന് തന്നെയാണ്. അപ്പോൾ ജിൻഡോ പറയുന്നത് എനിക്ക് അവിടെ തനിച്ച് നിൽക്കാനാണ് താല്പര്യം, എന്നിരുന്നാൽ മാത്രമേ അവിടെ കളിക്കാൻ പറ്റുള്ളൂ, അതാണ് നല്ലത് എന്നാണ്. തീർച്ചയായും അത് തന്നെയാണ് നല്ലതെന്ന് തന്നെയാണ് പ്രേക്ഷകർക്കും തോന്നുന്ന ഒരു കാര്യം.